നമസ്കാരം. അങ്ങനെ കേരള നിയമസഭയുടെ ഒരു സമ്മേളനത്തിനുകൂടി തുടക്കമായി. ചരമോപചാരം അർപ്പിച്ച് സഭ ഇന്ന് പിരിഞ്ഞു. പക്ഷേ ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രം രാഹുൽ മാങ്കൂട്ടമായിരുന്നു. കഴിഞ്ഞ 10-20 ദിവസമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരുട്ടുമുറിയിൽ സിട്രസിനും പാരസെറ്റമോളൊക്കെ കഴിച്ച് ഇരുട്ടിന് അഭയം പ്രാപിച്ച് ഏതൊക്കെയോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാവൽ കിടന്ന രാഹുൽ മാങ്കൂട്ടം ഈ സഭാസമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത്. പങ്കെടുക്കില്ല എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. അദ്ദേഹം പറഞ്ഞത്, പരാതിയൊന്നുമില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഞങ്ങളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നു. ചരിത്രത്തിലെങ്ങും ഇല്ലാത്ത തീരുമാനം എന്നെല്ലാം സതീശൻ വിശേഷിപ്പിച്ചു. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ആലോചിച്ചെടുത്ത ഏകകണ്ഠമായ തീരുമാനമാണ്. ഇതിനേക്കാൾ കടുത്ത തീരുമാനം എടുക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം. പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സസ്പെൻഷൻ നടപടി തീരുമാനിച്ചത്. എല്ലാവരും കൂടി. ആ ചാപ്റ്റർ ക്ലോസ്ഡാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ചാപ്റ്റർ ക്ലോസ്ഡാണ്. അതിൻ്റെ മീതെ ഇനി ചർച്ചയില്ല. അത് നേതൃത്വം, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, മുൻ PCC പ്രസിഡന്റുമാർ ഉൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം AICCയുടെ അനുമതിയോടുകൂടി, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി എടുത്ത അച്ചടക്ക നടപടിയാണ്. അതിനെ ചോദ്യം ചെയ്യുന്ന കോൺഗ്രസ്സുകാരും ചോദ്യം ചെയ്യില്ല. അതിനെ കോൺഗ്രസ്സുകാരും ചോദ്യം ചെയ്യില്ല. ആ രാഹുൽ മാങ്കൂട്ടം നിയമസഭാ സമ്മേളനത്തിലെത്തിയാൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നത് പാർട്ടിയും മുന്നണിയുമാണെന്ന് ഉത്തമ ബോധ്യമുണ്ടായതുകൊണ്ടാണ് വി.ഡി. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിയമസഭയിലുള്ള വരവിനെ എതിർത്തതും പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതും രാഹുൽ മാങ്കൂട്ടത്തെ നിയമസഭാ കക്ഷിയിൽ നിന്ന് UDFിൻ്റെ ഭാഗമല്ല എന്നറിയിച്ചുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകുകയും ചെയ്തു. കത്ത് കിട്ടിയ സ്പീക്കർ മാങ്കൂട്ടത്തിന് പ്രത്യേക ബ്ലോക്ക് അനുവദിച്ചു. ഒരാൾ ഒറ്റയ്ക്കൊരു ബ്ലോക്കായിരിക്കുക എന്നുള്ളതാണ്. അതായത് അദ്ദേഹം UDFിൻ്റെ ഭാഗമല്ലല്ലോ. നേരത്തെ LDFുമായി പിണങ്ങിയ PV അൻവറിന് നൽകിയതുപോലെ ഒരു സ്ഥലം, അല്ലെങ്കിൽ അതേ സ്ഥലം തന്നെയാണ് രാഹുലിനും സ്പീക്കർ അനുവദിച്ചത്. സമ്മേളനം തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അതാ വരുന്നു മാങ്കൂട്ടം. എല്ലാ ശ്രദ്ധയും അങ്ങോട്ടായി. പോലീസും വാച്ചാൻ പാടും അദ്ദേഹത്തിന് അകത്തേക്ക് പോകാനുള്ള സൗകര്യമൊരുക്കി. മാങ്കൂട്ടത്തിൻ്റെ കൂടെ, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട, കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അധ്യക്ഷനുള്ളത് പുറകെ വരും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. വന്നാൽ കൊള്ളാം. ഏതായാലും രാഹുൽ മാങ്കൂട്ടം വരുന്നു. സഭാ നടപടികൾ അവസാനിച്ചു. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ പോലീസും പാച്ചാമ്പാടും നിന്ന് നല്ല സുരക്ഷയൊക്കെ കൊടുത്ത് പുറത്തിറങ്ങി. അങ്ങനെ സുരക്ഷ കൊടുക്കാനും വേണ്ടി അവിടെ വല്ലതും സംഭവിക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുമായിരുന്നു. ഏതായാലും MLA ആണ്. അദ്ദേഹം സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു. വരും ദിവസങ്ങളിൽ രാഹുൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും ഇവിടെ ചമ്മിയത് എന്ന് പറഞ്ഞാൽ വി.ഡി. സതീശനടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ, അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾക്ക് എന്ത് വില എന്ന് പ്രവർത്തകർ ചോദിക്കുന്ന തരത്തിലേക്കാണ് ഇന്ന് മാങ്കൂട്ടത്തിൻ്റെ സഭാപ്രവേശനം എന്ന് പറയേണ്ടി വരും. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നേരത്തെ സതീശൻ പറഞ്ഞ പോലെ അവരുടെ ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത ഒരു തീരുമാനം, ആ തീരുമാനത്തെ അംഗീകരിച്ച് ഒരു കോൺഗ്രസ് പ്രവർത്തകനായി രാഹുൽ മാങ്കൂട്ടം തുടരും എന്നൊക്കെ പ്രതീക്ഷിച്ചതാണ്. ഇന്ന് മാങ്കൂട്ടം പറഞ്ഞത്, ഞാൻ കോൺഗ്രസ് പ്രവർത്തകനായി തുടരും, മരണം വരെ അങ്ങനെ തുടരാനാണ് എൻ്റെ തീരുമാനം എന്നൊക്കെയാണ്. പക്ഷേ സഭയിലേക്ക് എത്തുന്നത് പാർട്ടിക്കും മുന്നണിക്കും ക്ഷീണമാകും എന്ന പാർട്ടി നേതൃത്വത്തിൻ്റെ വികാരത്തെ അല്പം പോലും രാഹുൽ മാനിച്ചില്ല എന്നുള്ളത് പറയേണ്ടി വരും. കോൺഗ്രസ് പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടം ഇല്ല. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞിരിക്കും. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥമല്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ പാർലമെന്റ് പാർട്ടിയിലെ അംഗമല്ല. അദ്ദേഹം നിയമസഭയിൽ പങ്കെടുക്കാതിരിക്കുന്നു വെച്ചതിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് അതിനകത്ത് എന്ത് അഭിപ്രായം പറയാനുള്ളത്? പാർട്ടിയുടെ ഒരു MLA ആയിരുന്നുവെങ്കിൽ അഭിപ്രായം പറയാമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ് പാർലമെന്റ് പാർട്ടിയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ
അക്കാര്യത്തിൽ മറുപടി പറയാൻ എങ്ങനെ മറുപടി പറയാൻ കഴിയും? അല്ല, പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരാള് അദ്ദേഹം സഭയിൽ വരുന്നതിനെ കുറിച്ച് പാർട്ടിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം പാർട്ടിയുടെ ചട്ടക്കൂടിലല്ല അദ്ദേഹം. പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിരിക്കുക. അത് ആ തീരുമാനം നിലനിൽക്കുന്നു. ആ നിലയ്ക്ക് പിന്നെ നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. പ്രതിപക്ഷ നേതാവിനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന യുദ്ധത്തിൻ്റെ ഭാഗമാണ് രാഹുലിൻ്റെ ഇന്നത്തെ സഭയിലേക്കുള്ള കടന്നുവരവ് എന്ന് പറയുന്നവരുമുണ്ട്. രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം ആളുകളെയും സ്വാഭാവികമായും ഇ ഡി സദസ്സിനെ എതിർക്കുന്ന ആളുകളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിൻ്റെ സഭാപ്രവേശം എന്ന് പറയുന്നവരുമുണ്ട്. ഏതായാലും കേരളത്തിലെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ നേതാക്കളുടെ ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരു MLA അദ്ദേഹം സഭാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പാർട്ടിക്കും മുന്നണിക്കും തിരിച്ചടിയാകും എന്ന കണക്കൂട്ടലിൽ അങ്ങനെ ചെയ്യില്ല എന്ന വിശ്വാസത്തിൻ്റെ മേളിലാണ്, അല്ലെങ്കിൽ അതിനു മേളിൽ ആഞ്ഞ് പ്രഹരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് എത്തിയിരിക്കുന്നത്. സർക്കാരിനെതിരെ കരുതി വച്ചിരിക്കുന്ന ആയുധങ്ങളുടെ എല്ലാം മുന്നോടിക്കുന്ന തരത്തിലുള്ള ഒരു വരവായിപ്പോയി ഇത് എന്ന് കോൺഗ്രസിന് തന്നെ അഭിപ്രായമുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുവരെ പോലീസ് മർദ്ദനമടക്കം പല വിഷയങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ളൊരു സുവർണാവസരമാണ് രാഹുലിൻ്റെ വരവോടെ പ്രതിപക്ഷത്തിന് നഷ്ടമായിരിക്കുന്നത്. കാരണം ഇനി എന്ത് സംസാരിച്ചാലും എന്ത് ചെയ്താലും എന്ത് ചോദ്യം വന്നാലും ഭരണപക്ഷം അവിടുന്ന് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ ചൂണ്ടും. പാർട്ടിയുടെ ഭാഗമല്ല, മുന്നണിയുടെ ഭാഗമല്ലെങ്കിലും ഇതിനൊക്കെ മറുപടി പറയേണ്ട ബാധ്യത ഈ പറയുന്ന വി ഡി സതീശനായാലും രമേശ് ചെന്നിത്തലയ്ക്കായാലും നിയമസഭയിലെ മുതിർന്ന നേതാക്കൾക്ക് ഉണ്ട്. അല്ലെങ്കിൽ അവർ പറയേണ്ടി വരും. അവർക്ക് മൗനം പാലിക്കാൻ എത്ര നാൾ കഴിയും എന്നുള്ള ചോദ്യവും അവിടെ ഉണ്ട്. ഏതായാലും രാഹുലിൻ്റെ നിയമസഭയിലേക്കുള്ള വരവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അദ്ദേഹം പാർട്ടിയുടെ ഭാഗമല്ല എന്നാണ്. പക്ഷേ എത്ര കാലം ഇങ്ങനെ പ്രതിരോധമുയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ കഴിയും എന്ന് ചോദിക്കുന്നവരാണ് കൂടുതൽ. ഏതായാലും ഈ വരവ് പ്രത്യേകിച്ചൊരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു തീരുമാനത്തിന് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും എല്ലാം കൂടി ചേർന്നെടുത്ത ഒരു തീരുമാനത്തിന് എന്ത് വില എന്ന് ചോദിക്കുന്ന തരത്തിലേക്കായിപ്പോയി രാഹുലിൻ്റെ സഭയിലേക്കുള്ള ഈ വരവ് എന്ന് പറയുന്നവരും ധാരാളമുണ്ട്. ഇത്തരത്തിൽ ആർക്കും ലംഘിക്കാവുന്ന തീരുമാനങ്ങൾ ആണോ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് പരിഹാസത്തോടെ ചോദിക്കുന്ന മറ്റു പാർട്ടിക്കാരുമുണ്ട്. UDF മുന്നണി നേതാക്കളുടെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതും ഈ അവസരത്തിൽ നിർണായകമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവർക്ക് കാണുമല്ലോ, മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന നേതാക്കളും കൂടെ ഉണ്ടാകുമല്ലോ. ഏതായാലും രാഹുൽ മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം പണ്ട് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നത് നമുക്കറിയാലോ. മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരുന്ന രാഹുൽ ഇപ്പോൾ കുറേ ദിവസത്തെ ആ ഗ്യാപ്പിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് കേസ് കോടതിയുടെ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ എന്നെ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു ഭരണകൂടം, അവരുടെ ഒരു അന്വേഷണ ഏജൻസി, അതുകൊണ്ട് നിങ്ങൾക്കറിയാലോ. പിന്നെ അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഈ കേസിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ട്, നിങ്ങൾക്കറിയാലോ, ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ, അത്യാവശ്യം ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ, ഇങ്ങനെ പറയുക. എനിക്കെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊന്നു തിന്നാൻ നിൽക്കുന്ന ഒരു സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള അന്വേഷണ ഏജൻസിയാണ്. ആ സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് അന്വേഷണം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കട്ടെ, ആ അന്വേഷണങ്ങൾ പുരോഗമിക്കട്ടെ. അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നിങ്ങളോടെല്ലാവരോടും വളരെ കൃത്യമായി തന്നെ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കാം. പിന്നെ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, KSU പ്രവർത്തകർ ഇവരെല്ലാം വലിയ സമരത്തിൻ്റെ പാതയിലാണ്, വീടുകൾ തോറും കയറി ഇറങ്ങുകയാണ്. അതുകൊണ്ട് മരണം വരെ ഞാനിങ്ങനെ കോൺഗ്രസ്സുകാരനായി തുടരാനാണ് എൻ്റെ തീരുമാനം. ആ വല്ല വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നു എന്ന് ചോദിക്കുന്ന കോൺഗ്രസ്സുകാരും ഉണ്ട്. ഞാനൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി ഇപ്പോഴും സസ്പെൻഷനിലാണെങ്കിലും കോൺഗ്രസിൻ്റെ പ്രവർത്തകനെന്ന് സാങ്കേതികമായി പറയാൻ കഴിയില്ല എങ്കിലും മരണം വരെ കോൺഗ്രസ് പ്രവർത്തകനായി കഴിയുന്ന ഒരാളാണ്.
ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു ക്യാമ്പയിനുമായി ബൂത്തുകളിലേക്ക് ഏറ്റവും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ, പ്രായഭേദമന്യേ ചെറുപ്പക്കാർ തൊട്ട് നന്നായി നടക്കാൻ ആരോഗ്യമില്ലാത്ത മനുഷ്യന്മാർ വരെ ബൂത്തിൽ കയറുന്ന സമയമാണ്. ആ സമയത്ത് ഓരോരുത്തരും ബൂത്ത് ക്യാമ്പയിൻ നടത്തുന്നു, പോസ്റ്റർ ഒട്ടിക്കുന്നു, ചുവരെഴുതുന്നു. അതുപോലെ തന്നെ സമരങ്ങൾ, ഏറ്റവും ശക്തമായ സമരങ്ങൾ. ഇന്ന് പോലും KSUവിൻ്റെ DG ഓഫീസിലേക്കുള്ള മാർച്ച് നടക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ വിവിധങ്ങളായ സമരങ്ങൾ നടക്കുന്നു. സമര നേതാക്കന്മാരെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പോലീസ് കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. ക്രൂരമായ കസ്റ്റഡി മർദ്ദനങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ അതിശക്തമായ ഒരു വലിയ പോരാട്ടം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സൈബർ മേഖലയിൽ ഒരു ലൈക്ക് കൊണ്ടെങ്കിലും ഈ പാർട്ടിയുടെ നേതാക്കന്മാരുടെ നിലപാടുകളെ അംഗീകരിക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രവർത്തകരോടുള്ള എൻ്റെ മുൻകാലങ്ങളിൽ പദവികളിലിരിക്കുമ്പോഴും ഞാനങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആജ്ഞകൾ കൊടുക്കുന്ന ഒരാളല്ല, എന്ന് വെച്ചാൽ ഉത്തരവുകൾ കൊടുക്കുന്ന ഒരാളല്ല. എന്നും പ്രവർത്തകനായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. ഇപ്പം എനിക്കൊരു പ്രവർത്തന നിലയിലുള്ള അഭ്യർത്ഥന, എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ഇനിയുള്ള സമയവും ഊർജവും ചെലവഴിക്കണമെന്ന് മാത്രമാണ്. ഏതായാലും സോഷ്യൽ മീഡിയയിൽ രാഹുൽ മങ്കൂട്ടം സഭയിൽ വന്നതോടെ രാഹുലിനെ അനുകൂലിച്ചുള്ള പോസ്റ്ററുകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. PR ആയാലും P7 ആയാലും ഏതായാലും വലിയ ആവേശത്തോടെ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ കടന്നുവരവിനെ കാണുന്നവരുണ്ട്. ഒരു ചോദ്യത്തിന് മാത്രം ഇന്ന് ഈ വാളത്തിനെല്ലാം ഇടയ്ക്കും രാഹുൽ മങ്കൂട്ടം ഉത്തരം നൽകിയില്ല. ആ ഓഡിയോയിലുള്ള ശബ്ദം താങ്കളുടേതാണോ? ആവർത്തിച്ച് ചോദിച്ചിട്ടും എന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതും മിണ്ടത്തില്ല. അതുകൊണ്ട് അത് മാത്രം ഞാൻ പറയില്ല എന്നുള്ള മട്ടാണ്. വേണ്ട, രാഹുൽ മാങ്കൂട്ടം പറയണമെന്നില്ല. സോഷ്യൽ മീഡിയയിലടക്കം മാങ്കൂട്ടത്തിന് വേണ്ടി നെഞ്ചത്തടിയും നിലവിളിയുമായി നടക്കുന്ന രാഹുൽ ഈശ്വരൻ പറഞ്ഞാലും മതി. ആ ഓഡിയോ രാഹുലിൻ്റെതാണോ അല്ലയോ? അതിനൊരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പകുതി പ്രശ്നം അവിടെ അവസാനിക്കും. നമസ്കാരം.